ഹരേ കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണമായ ആ ഗോവിന്ദന്റെ ഗോലോകധാമത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ബ്രഹ്മസംഹിതയിലൂടെ. ഇന്ന് ശ്ലോകം 6. ഒരു പുസ്തകത്തില് ഈ ശ്ലോകം 33-ാമത്തെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. നമുക്ക് പക്ഷേ ഭഗവാനെ സ്തുതിക്കുന്ന ഗീതങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഫലശ്രുതി ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. അദ്വൈതമച്യുതമനാദിമനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അദ്വൈതമച്യുതമനാദിമനന്തരൂപം ആദ്യം പുരാണപുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഏകനും നാശമില്ലാത്തവനും ആദിയില്ലാത്തവനും അനന്തസ്വരൂപിയും ആദ്യനും പുരാണപുരുഷനും സദാ യൗവനയുക്തനും വേദങ്ങളിലൂടെ പോലും ദുർലഭനും എന്നാൽ സ്വന്തം ഭക്തർക്ക് സുലഭമാകുന്നവനുമായ ആ ആദിവിരാട് പുരുഷനായ ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. തൻ്റെ ഭക്തർക്ക് എപ്പോഴും സുലഭമാണ് ഗോവിന്ദൻ. ഒന്ന് അറിഞ്ഞൊന്ന് വിളിച്ചാൽ മതി. ഭക്തിയോടെ ഒന്ന് കണ്ണാ അല്ലെങ്കിൽ കൃഷ്ണ അല്ലെങ്കിൽ മാധവ നാരായണ, ഏറ്റവും ഇഷ്ടം മാധവ എന്ന് ഒന്ന് സ്നേഹത്തോടെ ആ പ്രേമഭക്തിയോടെ ഒന്ന് വിളിച്ചാൽ ഭഗവാൻ ഓടിയെത്തും. ഹരേ കൃഷ്ണ. പന്താസ്തു കോടി ശതവത്സര സംരഗമ്യോ വായോരഥാഭിമനസോ മുനിപുങ്കവാന സോപ്യസ്തി യത് പ്രപദസീം ന വിചിന്യ തത്വേ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. പന്താസ്തു കോടി ശതവത്സര സംരഗമ്യോ വായോരഥാഭിമനസോ മുനിപുങ്കവാന സോപ്യസ്തി യത് പ്രപദസീം ന വിചിന്യ തത്വേ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അവരവരുടെ ഈണമിട്ട് ജപിക്കാം. പക്ഷെ ഇതൊരു അക്ഷരം സ്ഫുടതയ്ക്ക് വേണ്ടി ഞാൻ രണ്ടാമത് അങ്ങനെ എടുത്ത് പറയുകയാണ്. അത് തന്നെയല്ല, എനിക്ക് വലിയ ഈണമൊന്നുമില്ല, എല്ലാവരും ക്ഷമിക്കണം. ഭഗവാനെ നമ്മൾ ഈണത്തിലും രാഗത്തിലും ഭാവത്തിലും ഒന്നും വിളിക്കണ്ട. ആ ചിത്തശുദ്ധിയോടുകൂടി ഭഗവാനെ കൃഷ്ണ എന്ന് മാത്രം വിളിച്ചാലും മതി. പക്ഷേ ഭഗവാന്റെ ഈ നാമങ്ങളെല്ലാം വിളിക്കുമ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമാണ്. എന്തെല്ലാം നാമങ്ങളിലാണ് എന്നെ അവർ വിളിക്കുന്നത്, എൻ്റെ ഭക്തൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ വിളിയൊന്ന് കേൾക്കാതിരിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഭഗവാൻ ഓടിയെത്തും. ഈ നാമങ്ങളൊക്കെ പഠിച്ചാൽ, പ്രത്യേകിച്ച് ഈ ബ്രഹ്മസംഹിത ഭഗവാന്റെ ഗോലോകധാമത്തിലെ ആദ്യത്തെ കൃതിയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കുക. ഹരേ കൃഷ്ണ. പന്താസ്തു കോടി 100 കോടിക്കണക്കിന് സംവത്സരങ്ങളോളം പ്രാണായാമത്താലോ, പ്രാണായാമ ധ്യാനമാർഗത്തില്, മനനത്താലോ ജ്ഞാനമാർഗത്തില് മുനിശ്രേഷ്ഠന്മാരാൽ അചിന്ത്യതത്വമാകുന്ന ഭഗവാൻ പിന്തുടരപ്പെട്ടാലും ആ മാർഗങ്ങൾ അദ്ദേഹത്തിന്റെ പാദത്തിലെ വിരലിന്റെ അഗ്രത്ത് മാത്രമേ എത്തുകയുള്ളൂ. അപ്രകാരമുള്ള പുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. അപ്രകാരമുള്ള ആദിവിരാട് പുരുഷനെ അല്ലെങ്കിൽ നാരായണനെ ഞാൻ ഭജിക്കുന്നു. അപ്പോൾ ഈ നാരായണൻ തന്നെയാണ് ആ ഗോലോകധാമത്തിലെ ശ്രീകൃഷ്ണനും. നിസീമമായ ഭക്തിയാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, ഗോവിന്ദനെ എളുപ്പത്തിൽ നമുക്ക് പ്രാപിക്കാം. ചിത്തശുദ്ധിയോടെ പ്രേമഭാവത്തോടെ ആ രാധാദേവിയെ പോലെ ആ ഗോപികമാരെ പോലെ നമുക്ക് അങ്ങനെ വിളിച്ചാൽ ഭഗവാൻ ഓടിയെത്തും. ഹരേ കൃഷ്ണ. അദ്ദേഹം നിർഗുണ പരബ്രഹ്മമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നിർഗുണ അല്ല, സഗുണമാണ്. നമുക്ക് ഭഗവാൻ എപ്പോഴും ആ രൂപത്തോടു കൂടി തന്നെ നമ്മളെ കാത്തുരക്ഷിക്കാനായിട്ട് ഭഗവാൻ വരും. തത്വജ്ഞാനികളൊക്കെ അങ്ങനെ 1000
പന്താസ്തു കോടി, നൂറുകണക്കിന് കോടി വർഷങ്ങൾ ഇങ്ങനെ തപസ് ചെയ്യും. അവർക്ക് ആ രൂപമൊന്നും വേണ്ട, അവർക്ക് ഇങ്ങനെ ഉള്ളിലെ ആനന്ദം കണ്ടെത്തിയാൽ മതി. പക്ഷേ നമ്മൾ കേവലം മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് നമുക്ക് ആനന്ദം കണ്ടെത്തേണ്ടത് ആ സച്ചിദാനന്ദ സ്വരൂപമായ ആ ഭഗവാനോട് പ്രേമഭക്തിയോടുകൂടി കഥകൾ പറയുമ്പോഴും, അല്ലെങ്കിൽ ആ ഭഗവാനെ ചോറ് കൊടുക്കുമ്പോഴും, ആ ഭഗവാനെ കുളിപ്പിക്കുമ്പോഴും, ആ ഭഗവാനെ നമ്മൾ ഉടുപ്പുകളൊക്കെ തയ്ച്ചിട്ട് ഉടുപ്പിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് സന്തോഷം കിട്ടുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ചേർത്ത് പിടിച്ചോളൂ, ഭഗവാൻ ഓടിയെത്തും. ഹരേ കൃഷ്ണ. വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ഭഗവാൻ ഓടിയെത്തുക തന്നെ ചെയ്യും. ഹരേ ഗുരുവായൂരപ്പ. ഏകോപ്യ സൗരജയിതും ജഗദണ്ഡകോടിം യച്ഛക്തിരസ്തി ജഗദണ്ഡചയായദന്തഃ അണ്ഡാന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഏകോപ്യ സൗരജയിതും ജഗദണ്ഡകോടിം യച്ഛക്തിരസ്തി ജഗദണ്ഡചയായദന്തഃ അണ്ഡാന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാൻ ഏകനെങ്കിലും കോടിക്കണക്കിന് ലോകങ്ങളെ സൃഷ്ടിക്കുവാനായി യാതൊരു ഭഗവാന്റെ ശക്തിയുണ്ടായി. യാതൊരു ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഈ സമൂഹം മുഴുവൻ ജഗദണ്ഡചയാ, ഈ സമൂഹം മുഴുവൻ ഭഗവാന്റെ ഉള്ളില് വസിക്കുന്നു. യാതൊരു ഭഗവാൻ ജഗത്തിൽ ഉടനീളം സ്ഥിതി ചെയ്യുന്നുവോ ആ പരമാണുക്കൂട്ടത്തിന്റെ ഉള്ളിലെല്ലാം സ്ഥിതി ചെയ്യുന്നു. സർവഭൂത നിവാസോസി വാസുദേവ നമസ്തുതേ. സർവഭൂതങ്ങളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ആദിപുരുഷനെ ഞാനിതാ വന്ദിക്കുന്നു, ഞാനിതാ ഭജിക്കുന്നു. ഭഗവാൻ എന്ന് പറയുന്ന ആ ആത്യന്തിക സത്യം, ഭഗവാൻ ഒരാൾ മാത്രമാണെങ്കിലും ലോക സൃഷ്ടിക്കായിട്ട് അദ്ദേഹം തന്റെ ശക്തിയുടെ ഒരു അംശം മാത്രം മാറ്റിവെച്ചാൽ മതി. കാരണം ഇന്നലെ പറഞ്ഞു, ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിയും. ഹരേ കൃഷ്ണ. ഭഗവാൻ മാത്രമാണ് ഈ ലോകത്തിന്റെ എല്ലാത്തിനും കാരണം. ഹരേ കൃഷ്ണ. യദ്ഭാവഭാവിതതിയോ മനുജാസ്തദൈവ സംപ്രാപ്യ രൂപമഹിമാസേന യാനഭൂഷാഃ സൂക്തൈരമേവ നിഗമപ്രതിതൈസ്തുവന്തി ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യദ്ഭാവഭാവിതതിയോ മനുജാസ്തദൈവ സംപ്രാപ്യ രൂപമഹിമാസേന യാനഭൂഷാഃ സൂക്തൈരമേവ നിഗമപ്രതിതൈസ്തുവന്തി ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. മനുഷ്യർ യാതൊരു ഭഗവാനോട് ഹൃദയത്തിൽ ഭക്തി പ്രാപിക്കുകയും അതുപോലെ തന്നെ രൂപഭംഗി, മഹത്വം, സ്ഥാനമാനം, വാഹനം അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്നിവയൊക്കെ നേടുകയും ചെയ്തിട്ട് യാതൊരു ഭഗവാനെ തന്നെ വേദങ്ങളിൽ പറയപ്പെടുന്ന സൂക്തഭോഗങ്ങളാൽ സ്തുതിക്കുന്നുവോ ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഗോവിന്ദനെ ആധാരമാക്കുക വഴി മനുഷ്യർക്ക് ലൗകിക സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ നേടാം. നമുക്ക് ഭഗവാനെ ഭജിച്ചാൽ ഒന്ന് നേടാൻ വേണ്ടി മാത്രമാകരുത് ഭഗവാനെ ഭജിക്കുന്നത്. ആ ഭഗവാനോടുള്ള ആ പ്രേമഭക്തിയിൽ നമുക്ക് എല്ലാം ഭഗവാൻ തരും എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. കൂടാതെയോ ഏകാന്ത ഭക്തിയുടെ ആരാധ്യ പുരുഷനും ഇതേ ഗോവിന്ദൻ തന്നെയാണ്. ഭഗവാന് അങ്ങനെ ഒന്നും തന്നില്ലെങ്കിലും നമുക്കിങ്ങനെ ആ ഭക്തിയോടുകൂടി ഭജിക്കുന്നവന്റെ കൂടെ എപ്പോഴും, പ്രത്യേകിച്ച് കുറൂരമ്മയും പൂത്താനവും ഒക്കെ ഉള്ള അവർക്കൊന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി. മീരാബായി, അതുപോലെ രാധാദേവി, ആർക്കും ഒന്നും തന്നെ വേണ്ട. ഗോപികമാര് ഒന്നും വേണ്ട, അവർക്ക് ഭഗവാൻ മാത്രം മതി. അങ്ങനെയുള്ള ഏകാന്ത ഭക്തിയില് ഭഗവാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഹരേ കൃഷ്ണ. ആനന്ദ ചിന്മയരസ പ്രതിഭാവിതാഭിഃ താഭിര്യയേവ നിജരൂപതയാ കലാഭി ഗോലോകയേവ നിവസത്യഖിലാത്മഭൂതോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആനന്ദ ചിന്മയരസ പ്രതിഭാവിതാഭി താഭിര്യയേവ നിജരൂപതയാ കലാഭിഃ
ഗോലോകയേവ നിവസത്യാഖിലാത്മഭൂതോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യാതൊരുവൻ ആനന്ദമയവും ചിന്മയവുമായ ഭക്തിരസത്തെ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഭഗവാന്റെ തന്നെ സ്വരൂപത്തോടു കൂടിയവരും അദ്ദേഹത്തിൻ്റെ അംശങ്ങളുമാകുന്നു. ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ തന്നെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഭാഗവതം പാരായണം ചെയ്ത് ഗീത വായിച്ച് അങ്ങനെ ആ ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അംശം തന്നെയാകുന്നു. അവരോടൊപ്പം ഗോലോകത്തിൽ വസിക്കുന്നവനും സർവജീവികൾക്കും ആത്മാവായിരിക്കുന്നവനും ആദിപുരുഷനുമായ ആ ഗോവിന്ദനെ ഞാൻ സദാ ഭജിക്കുന്നു. അങ്ങനെയുള്ളവര് ആ ഗോലോകധാമത്തിൽ തന്നെ ചെന്നെത്തുകയും ആ ഗോലോകത്തിലുള്ളവരോ ഭഗവാനെ തന്നെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നവരുമാണ്. ഹരേ കൃഷ്ണ. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യാതൊരു ഭഗവാനെ ഭക്തൻ സദാ പ്രേമഭക്തിയാകുന്ന അഞ്ജനമെഴുതിയ കണ്ണുകളാൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദർശിക്കുന്നുവോ ആ ശ്യാമസുന്ദരനും അചിന്ത്യ ഗുണസ്വരൂപനും ആദിപുരുഷനുമായ ആ ഭഗവാനെ ഞാനിതാ എപ്പോഴും ഭജിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ചെറിയ ഇങ്ങനെയുള്ള ലളിതമായ അർത്ഥമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ കീർത്തനമൊക്കെ നമുക്ക് തെറ്റില്ലാതെ ജപിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. അനന്തഗുണമൂർത്തിയായ ഗോവിന്ദൻ അചിന്ത്യനും അതുപോലെ അഗ്രാഹ്യനും ആണെങ്കിലും ഭക്തിയുടെ ഏറ്റവും ഉന്നത സോപാനമാകുന്ന പ്രേമരസം അഥവാ മധുരഭക്തി പ്രാപ്തമായവർക്ക് അവരുടെ ഹൃദയത്തിൽ സദാ പ്രകടമാകുന്നു. നമുക്ക് ഭഗവാനെ അങ്ങനെ പ്രേമഭക്തിയോടുകൂടി ഭജിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭഗവാൻ ഇറങ്ങി പോകുകയേയില്ല. നമുക്ക് ഊണിലും ഉറക്കത്തിലും സദാ ഒന്ന് നമുക്ക് എന്താ പറയുക, എപ്പോഴും എങ്ങനെയൊക്കെ എതിരെയൊക്കെ നടന്നാലും നമുക്ക് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഓടക്കുഴൽ ആ മുരളികയുടെ നാദം ഇങ്ങനെ നമുക്ക് കേൾക്കാം. ആ മാലയ ഗന്ധം നമുക്ക് അനുഭവിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അങ്ങനെ ഭഗവാന്റെ ആ മാലേയ ഗന്ധം അനുഭവിക്കാൻ സാധിക്കട്ടെ. ആ മുരളികയുടെ നാദം കേൾക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.